ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹോപ്പ് ചാനലിലൂടെ ഈ ശുശ്രൂഷ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും വരുവാനുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിങ്ങൾക്ക് പുതിയ നവീകരണം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുകയാണ്. ഞാൻ ഷെൽഡൻ അച്ചാമ പ്രീസ്ലി, സ്പൈസർ അഡ്വൻറ്റിസ്റ്റ് യൂണിവേഴ്സിറ്റി പൂനെ എക്സാമിനേഷൻ സെൻറ്ററിൽ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ ഇടയിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ ദൈവം എനിക്കൊരു അവസരം നൽകിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സാക്ഷ്യം പറയുന്നതിന് മുൻപായി ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിക്കുവാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? ഇവിടെ കർത്താവായ ദൈവത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും പറയുന്ന കാര്യങ്ങൾ അത് നിവർത്തിക്കാതിരിക്കുന്നതും മനുഷ്യനോ മനുഷ്യപുത്രനോ അല്ല, മറിച്ച് തൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൃത്യനിഷ്ഠതയോടുകൂടി എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറ്റുന്ന ദൈവമാണ് നമുക്കുള്ളത്. നമ്മൾ അതേപ്പറ്റി അനേക കാര്യങ്ങൾ പ്രസംഗിക്കാം, അതേപ്പറ്റി അനേക കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. പക്ഷേ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇപ്രകാരം ഉള്ള ഒരു വചനം എൻ്റെ ജീവിതത്തിൽ അനുഭവമായിട്ടുണ്ടോ എന്ന് ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ദൈവം മനസ്സിൽ ഒന്ന് നിശ്ചയിച്ചാൽ, അല്ലെങ്കിൽ നാം പറയുന്ന ഒരു ആഗ്രഹം ദൈവം അത് കേട്ട് ദൈവം അത് നിശ്ചയിച്ചാൽ തീർച്ചയായിട്ടും നിവർത്തിക്കും. ചിലപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു സാക്ഷ്യം നിങ്ങൾക്ക് വേറെ രീതിയിൽ തോന്നിയിരുന്നാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതും ഞാൻ ആ ദുഃഖത്തിൻ്റെ ഇടയിലും ദൈവത്തെ നന്ദി പറഞ്ഞതുമായ ഒരു സാക്ഷ്യ അനുഭവമാണ് നിങ്ങൾക്ക് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഫാദർ, അദ്ദേഹം സ്പൈസർ കോളേജിൽ അദ്ദേഹം എൻറീച്ച്മെൻറ്റ് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് TP പ്രീസ്ലി എന്നാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന വ്യക്തി തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആദ്യം കാല ജീവിതം അദ്ദേഹം ഒരു സാറായി സെവന്ത് അഡ്വൻറ്റിസ്റ്റ് സ്കൂളുകളിൽ തെക്കൻ കേരളത്തിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം അദ്ദേഹം ഒരു പാസ്റ്ററായി സേവനമനുഷ്ഠിച്ചു. അദ്ദേഹം നല്ലൊരു പാസ്റ്ററായിരുന്നു എന്ന് തന്നെ പറയുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഇവിടെ കൊണ്ട് പഠിപ്പിക്കണമെന്ന്. അതിലെന്നെ ഫോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്നെ അതിലേക്ക് നീ അതിൽ പോകണം എന്ന് പറയുകയോ ചെയ്തില്ല. അദ്ദേഹവും അതേപോലെ തന്നെ എൻ്റെ മാതാവും രണ്ടുപേരും അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. സമയമായപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു എനിക്കിവിടെ വരണമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ ഫാദറും ഏകദേശം 17 വർഷങ്ങൾക്ക് മുൻപ് ഈ സ്പൈസർ കോളേജിലേക്ക് വരികയാണ്. അന്ന് ജയന്തി ജനത വണ്ടി കന്യാകുമാരി ടു മുംബൈ വരെയുള്ള ട്രെയിനിലാണ് നാം വന്ന് രാത്രി 12:20 ഇറങ്ങി. രാവിലെ ബസ്സുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങി. രാവിലെ വന്നു. അതൊരു വ്യാഴാഴ്ച ദിവസമായിരുന്നു. വ്യാഴാഴ്ച ദിവസം രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. വെള്ളിയാഴ്ച ദിവസമായി. അന്ന് വൈകുന്നേരം പപ്പയും ഞാനും പള്ളിയിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ ചർച്ചിലേക്ക് പോയപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ച ആ സമയത്ത് പുതിയതായിട്ട് നിർമ്മിച്ച് 1 വർഷം പോലും ആയില്ല. ആ ഒരു സമയമായിരുന്നു. അങ്ങനെ കടന്ന് പോയപ്പോൾ അതിലെ ആ വാതിലിനടുത്തുള്ള അവസാനത്തെ ബെഞ്ചിൽ ഞാനും എൻ്റെ അപ്പനും അവിടെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് അപ്പൻ വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പം പറയുകയാണ്, ഞാനിവിടെ പഠിച്ചിരുന്നപ്പോൾ ഓഡിറ്റോറിയമായിരുന്നു സഭ, അത് തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിച്ചത്. പക്ഷേ ഇപ്രകാരമുള്ളൊരു വലിയൊരു സഭ നിർമ്മിച്ചത് കണ്ടതിൽ എനിക്ക് വളരെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ ആ ശുശ്രൂഷ തുടങ്ങുന്നതിന് കുറേ മുൻപ് നമ്മളെത്തി. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറയുകയുണ്ടായി,
മോനെ നിനക്കൊരു കാര്യം അറിയാം, അല്ല മോനെ എന്നല്ല, എന്നെ ഷെൽഡൻ വീട്ടിൽ പേര് വിനീഷ് എന്നാണ് പറയുക. വിനീഷ് നിനക്കൊരു കാര്യം അറിയാമോ? ഏതൊരു പാസ്റ്ററിൻ്റെയും മോഹം എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു മോഹമെന്ന് പറയുന്നത് ഞാൻ മരിക്കുമ്പോൾ ഈ പള്ളിയിൽ വെച്ചൊരു ശുശ്രൂഷയും സാൽസറി പാർക്കിൽ വെച്ചൊരു അടക്കവും ഉണ്ടായിരിക്കണം എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അന്ന് ഒരു മകനെന്ന നിലയ്ക്ക് അപ്പം മരിക്കുക എന്നുള്ളൊരു ചിന്തയൊന്നും നമുക്ക് ഇല്ല. അപ്പം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് അപ്പനെന്താ ഇങ്ങനെയെല്ലാം പറയുന്നു എന്ന ഒരു ചിന്തയാണ് മനസ്സിൽ ഓടിയത്. അങ്ങനെ ഞാനിവിടെ പഠിത്തം കഴിഞ്ഞു കേരളത്തിൽ പോയി അവിടെ പാസ്റ്ററായി 5 വർഷം സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും MA പഠിക്കുവാൻ ഇവിടെ വന്നപ്പോൾ നോബൽ സാർ, ഡോക്ടർ നോബൽ പിള്ള അവറുകൾ എനിക്ക് ഇവിടെ ജോലി തന്നു. എനിക്കും എൻ്റെ വൈഫ് സ്കൂളിൽ ടീച്ചറായി ജോലി തന്നു, എനിക്ക് ഇവിടെ ജോലി തന്നു. ആ സമയത്ത് പപ്പ വാർദ്ധക്യം ആയൊരു സമയമാണ്. ഇടയ്ക്ക് ആക്സിഡൻ്റ് എല്ലാം പറ്റി. അങ്ങനെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമാണ്. വാർദ്ധക്യമായ സമയമാണ്. പപ്പയെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. എനിക്കിവിടെ ഫാമിലി ക്വാർട്ടേഴ്സ് ആസ്തിയിൽ കിട്ടി. ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു. പപ്പ ഇവിടെ വന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ പപ്പ ഇവിടെ വെച്ച് മരണപ്പെട്ടു. ഇതേ പള്ളിയിൽ വെച്ച് ശുശ്രൂഷ നടത്തി സാലിസറി പാർക്കിൽ അവിടെ ഡോക്ടർ സാമ്രാജ് അവറുകൾ, ഡോക്ടർ ഫ്രാങ്ക്ലിൻ സാമ്രാജ് അവറുകൾ ശുശ്രൂഷ നടത്തുകയും സഭയിൽ വെച്ച് ഡോക്ടർ സഞ്ജീവൻ അവറുകൾ ശുശ്രൂഷ നടത്തുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്തു 10 വർഷങ്ങൾക്ക് മുൻപ് അപ്പോൾ ഈ ഒരു ആഗ്രഹമാണ് പറഞ്ഞിരുന്നത്. ഒരു പാസ്റ്റർ, ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് നല്ലൊരു മരണ ശുശ്രൂഷ ലഭിക്കണമെന്നാണ്. അപ്പോൾ ആ ബെഞ്ചിലിരുന്ന് പറഞ്ഞത്, ഞാൻ മരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ശുശ്രൂഷ നടത്തുകയും സാലിസറി പാർക്കിൽ എന്നെ അടക്കുകയും ചെയ്താൽ എത്ര മനോഹരമായിരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ നാം വായിച്ച വചനം, കർത്താവായ ദൈവം ഒരു കാര്യം മനസ്സിൽ കുറിച്ചു കഴിഞ്ഞാൽ അത് എത്ര വർഷമായിരുന്നാലും മാറത്തില്ല. ഇവിടെ ആ ഒരു അനുഭവ സാക്ഷ്യമാണ് എനിക്ക് പറയുവാൻ നിങ്ങളുടെ അടുത്തുള്ളത്. നാം ദൈവത്തോട് ഇപ്പോൾ പപ്പ മരണത്തിൻ്റെ കാര്യമല്ല ഞാൻ ഇതിൽ ഊന്നി പറയുന്നത്. പപ്പ അപ്രകാരം അധികമായിട്ട് ആഗ്രഹിച്ചു, ദൈവം അത് നടത്തിക്കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും നാം അധികമായിട്ട് നമ്മൾ ആഗ്രഹിച്ചു ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ആ കൃത്യസമയത്ത് നമ്മൾ ചിന്തിക്കുന്ന കൃത്യസമയത്ത് ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നുപോയാലും കൃത്യസമയമാകുമ്പോൾ ദൈവം അത് നടത്തിത്തരും. അത്രയും ഉള്ളൊരു ദൈവത്തെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചറിഞ്ഞത്. പപ്പ മരിച്ചതിൻ്റെ രുചിച്ചറിയുകൾ അല്ല, പക്ഷേ പപ്പ മരിക്കുമ്പോൾ പപ്പ ആഗ്രഹിച്ച കാര്യം അവിടെ ദൈവം നിറവേറ്റി കൊടുത്തു എന്നൊരു വലിയ സാക്ഷ്യമാണ് എനിക്ക് നിങ്ങളുടെ മുൻപിൽ പറയാൻ സാധിക്കുന്നത്. അത്രയും വലിയൊരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മളുടെ കാര്യങ്ങൾ ആ ദൈവത്തിൻ്റെ മുൻപാകെ വയ്ക്കാം. അപ്രകാരം നാം ദൈവത്തിലേക്ക് അടുത്ത് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോ നിമിഷവും നമുക്കൊരു സാക്ഷ്യമാകും. അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ശിശമാരിയുണ്ടാകും ആനന്ദവാഗ്ദത്തമേ, മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ, ആശീഷമാരി ആശീഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാറി വന്മഴത്താ ദൈവമേ. ആശീഷമാരിയുണ്ടാകും, വീണ്ടും നല്ലുണർവുണ്ടാകും, കുന്നുപള്ളങ്ങളിന്മേലും
മാറി ആശീഷം പെയ്യണമേ. കൃപകൾ വീഴുന്നു ചാറി വന്മഴ താ ദൈവമേ. ആശീഷമാരിയുണ്ടാകും ആ കർത്ത ഞങ്ങൾക്കും താ. ഇപ്പോൾ നിൻ വാക്കേ നീയോർത്തു നൽവരം തന്നിടുക. ആശീഷമാരി ആശീഷം പെയ്യണമേ. കൃപകൾ വീഴുന്നു ചാറി വന്മഴ താ ദൈവമേ. ആശീഷമാരിയുണ്ടാകും എത്ര നന്നിന്നു പെയ്യിൽ. പുത്രന്റെ പേരിൽ തന്നാലും ദൈവമേ നേരത്തിൽ. ആശീഷമാരി ആശീഷം പെയ്യണമേ. കൃപകൾ വീഴുന്നു ചാറി വന്മഴ താ ദൈവമേ. ആശീഷമാരിയുണ്ടാകും ആനന്ദവാഗ്ദത്തമേ. മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ. ആശീഷമാരി ആശീഷം പെയ്യണമേ. കൃപകൾ വീഴുന്നു ചാറി വന്മഴ താ ദൈവമേ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആയതുപോലെ തന്നെ നാളിതുവരെ നിങ്ങൾ ഹോപ്പ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിനും കർത്താവിൽ ബലപ്പെടുന്നതിനും ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പുതിയ ഒരു വർഷത്തിൻ്റെ പുലരിയിൽ നാം ആയിരിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഹോപ്പ് ചാനലിൻ്റെ നാമധേയത്തിലുള്ള കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു പുതുവത്സര ആശംസ ഞാൻ നേരുകയാണ്. ദൈവം നിങ്ങളെ സമ്പൽ സമൃദ്ധിയോടുകൂടെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി, പ്രത്യേകിച്ച് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വേഗം വരവിൻ്റെ പ്രത്യാശ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നാം ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുമ്പോൾ ഒരു പുതിയ വർഷത്തിൻ്റെ പുതിയ ആരംഭം എന്നുള്ളതായ ഒരു ചിന്തയോടുകൂടെ നാം തുടങ്ങുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് വചനം സംസാരിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ളതായ വിഷയത്തെ ആധാരമാക്കിയാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ, തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. ഈ വേദഭാഗം നമുക്ക് പലർക്കും അറിയാവുന്നതായ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തു രാജകീയ പ്രൗഢിയോടുകൂടെ യെരുശലേമിൻ്റെ വീഥികളിലേക്ക് കടക്കുവാൻ തക്കവണ്ണം സമയമായപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ 2 ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അക്കരെ പോയി അവിടെ ഒരു ഭവനത്തിൽ ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും കെട്ടിയിട്ടുണ്ട്, അവയെ അഴിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ആരെങ്കിലും നിങ്ങളോട് ഇതെന്തിന് അഴിച്ചുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ പറയുവിൻ എന്ന് പറഞ്ഞു. കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇന്ന് ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുന്ന ഞാൻ നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറയുന്നതിനാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. നമ്മെ ഓരോരുത്തരും
നമ്മെ ഓരോരുത്തരെയും ദൈവം അതിശയകരമായി നടത്തുന്നു, അത്ഭുതകരമായി വഴി നടത്തുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകി നമ്മെ പരിപാലിക്കുകയും ചെയ്യുകയാണ്. നാം ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവം ചെയ്തതായ നന്മകളെക്കുറിച്ച് നാം ഓർക്കുകയും അതിന് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യേണ്ടുന്നത് അത് നമ്മുടെ കർത്തവ്യമാണ്. ഈ കഴുതകളെക്കുറിച്ച് ഞാൻ എൻ്റെ ചെറിയ ചിന്തയിൽ ചിന്തിച്ചപ്പോൾ, നമ്മുടെ വീട്ടിലൊക്കെ നായ്ക്കുട്ടികളെ വളർത്തുന്നത് പോലെയോ പൂച്ചക്കുട്ടികളെ വളർത്തുന്നത് പോലെയൊക്കെ വളർത്തിയിരുന്നതായ ഒരു വളർത്തു മൃഗമാണ് ഈ കഴുത. നമ്മൾ കഴുത എന്നുള്ളതായ വാക്ക് നാം നിസ്സാരമായി കാണുകയും അതിനെ നാം വളരെ അർത്ഥമില്ലാത്തതായ രീതിയിൽ വളരെ നിസ്സാരവൽക്കരിക്കുകയൊക്കെ ചെയ്യുന്നത് അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. കഴുത ഒരു വലിയ ഔഷധ ഗുണമുള്ളതായ ഒരു മൃഗമാണ്. ഈ കഴുതയെ വളർത്തുകയും ഈ കഴുതയെ പരിപാലിക്കുകയും ഈ കഴുതയുടെ മൂല്യവർദ്ധിത വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഒരു കുടുംബത്തിന് പുലരുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ ഭവനത്തിലാണ് നിങ്ങൾ ഒരു ആട്ടിൻകുട്ടിയെയോ അല്ലെങ്കിൽ ഒരു പട്ടിക്കുട്ടിയെയോ ഒരു പൂച്ചക്കുട്ടിയോ ഒക്കെ വളർത്തുന്നു. ഞാൻ എൻ്റെ മക്കളോടോ എൻ്റെ വീട്ടുകാരോടോ പറയുകയാണ്, നിങ്ങൾ പോയി ഈ വളർത്തുന്ന വീട്ടിൽ ചെന്ന് ആ പട്ടിയെ അല്ലെങ്കിൽ ആ പൂച്ചയെ അല്ലെങ്കിൽ ആ ആട്ടിൻകുട്ടിയെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ വളർത്തുന്നതായ നിങ്ങൾ അത് വിട്ട് നൽകുമോ? കർത്താവായ യേശു ക്രിസ്തു അതുപോലെയാണ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ അക്കരെ പോയി ആ ഭവനത്തിൽ കെട്ടിയിരിക്കുന്നതായ പെൺകഴുതയെയും കുട്ടിയെയും അഴിച്ചുകൊണ്ട് വരിക, കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക എന്ന് പറഞ്ഞു. ദൈവത്തിന് നമ്മുടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചത് നമ്മുടെ സ്വർഗത്തിലെ ദൈവമാണ്. ആയതുകൊണ്ട് ദൈവം എന്തെങ്കിലും നമ്മോട് ചോദിച്ചു വാങ്ങുമോ? ദൈവം നമ്മുടേതായ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിക്കുമോ? സങ്കീർത്തനം 50:10-12 പറയുന്നത്, മലകളിലെ പക്ഷിലതാദികൾ എൻ്റേതാണ്, അവിടുത്തെ ജീവജാലങ്ങൾ എൻ്റേതാണ്, കടലിലെ മത്സ്യങ്ങൾ എൻ്റേതാണ്, ഈ ഭൂമിയിലുള്ളതായ സമ്പത്ത് മുഴുവനും എൻ്റേതാണ്. ഹഗായി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, വെള്ളിയും പൊന്നും എനിക്ക് ഉള്ളത്, ഈ ലോകത്തിലെ സകലവും എൻ്റേത് ആകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം അരുളി ചെയ്യുകയാണ്. അങ്ങനെയുള്ളതായ ഒരു ദൈവം ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പോയി ആ കഴുതയെ അഴിച്ചുകൊണ്ട് വരിക, എനിക്ക് അവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ അവരോട് പറയുക. നമ്മിൽ പലർക്കും വലിയ വലിയ ആൾക്കാർ ഉപയോഗിച്ചതായ വസ്തുക്കൾ സ്വന്തമാക്കാനും അത് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയാനും ഒക്കെ നമുക്ക് വളരെ ആഗ്രഹമുള്ളതാണ്. ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ് പഞ്ചാബിൽ മൊഹാലിയിൽ ഒരു സാബത്ത് സ്കൂൾ മീറ്റിങ്ങിന് പോയ സമയത്ത് അവിടുത്തെ ഹോട്ടലിൽ ചെന്നപ്പോൾ അന്നത്തെ എന്ന് പറഞ്ഞാൽ അതിന് മുൻപുള്ളതായ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സൈൻ ചെയ്തതായ ഒരു ടീഷർട്ട് അവിടെ ഫ്രെയിം ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചു, എന്താണ് ഈ ടീഷർട്ട് ഇങ്ങനെ സൈൻ ചെയ്ത് ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്? അപ്പോൾ ഇന്ത്യൻ ജേഴ്സിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്നത്തെ ഇന്ത്യൻ ടീം അംഗങ്ങൾ മൊഹാലിയിൽ കളിക്കാൻ വന്നപ്പോൾ താമസിച്ചത് ഈ ഹോട്ടലിലാണ്. അന്ന് സച്ചിൻ തെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, അതുപോലെ തന്നെ ദ്രാവിഡ്, അങ്ങനെയുള്ളതായ അതികായകന്മാർ ടീമിലുണ്ടായിരുന്നതായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ താമസിച്ചിരുന്നതായ ഹോട്ടലിലാണ് ഞാനും ചെന്ന് താമസിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് വല്ലാത്തതായ ഒരു സന്തോഷമുണ്ടായി. ഞാൻ ഉടനെ മൊബൈലെടുത്ത് ഈ ടീഷർട്ടിനോട് ചേർത്ത് നിർത്തി ഞാനൊരു സെൽഫി എടുത്തു. ഞാൻ എൻ്റെ വീട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തു. ഇന്ന ആൾക്കാരൊക്കെ താമസിച്ചതായ ഹോട്ടലിലാണ് ഞാനും താമസിക്കാൻ പോകുന്നത്. പക്ഷേ ഞാൻ പോയ സമയത്തേക്കും ആ ഹോട്ടൽ വളരെ പഴക്കം ചെന്ന് വളരെ പഴമയുള്ളതായി തീർന്നു. മോഡേൺ ആയിട്ടുള്ളതായ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പഴയ ഹോട്ടലായി തീർന്നു. എങ്കിൽ പോലും വലിയ ആൾക്കാർ ഉപയോഗിച്ചതായ വസ്തുക്കൾ നമുക്ക് സ്വന്തമാണ്, നമ്മുടേതാണ്, നമ്മോട് ചേർത്ത് നിർത്താൻ തക്കവണ്ണം കഴിയും എന്നുള്ളത് ഒരു വലിയ പ്രൗഢിയോടുകൂടിയാണ് നാം ചിന്തിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഉപയോഗിച്ചതായ ആ കഴുതയെ ഒരു പക്ഷേ പിന്നത്തേതിൽ കാണുവാൻ തക്കവണ്ണം അനേകർ വന്നിട്ടുണ്ടാകും.
അവരുടെ വീട്ടിൽ വന്നിട്ട് കർത്താവ് ഉപയോഗിച്ചതായ കഴുത ഏതാണ്? ഒരുപക്ഷെ വേറെ ആരെങ്കിലും ആ കഴുതയെ വാങ്ങാൻ ശ്രമിച്ചു കാണും. ആ കഴുതയ്ക്ക് ലോകത്തില്ലാത്തതായ വില പറഞ്ഞിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ആ വീട്ടുകാർ ആ കഴുതയെ ഒരു കാഴ്ച വസ്തുവായിട്ട് സമീപ പ്രദേശത്തോ അല്ലെങ്കിൽ പട്ടണത്തിലോ ഒക്കെ പ്രദർശനം നടത്തി കാണും. കർത്താവ് സഞ്ചരിച്ചതായ കഴുതയാണ്. ഈ കർത്താവ് ഉപയോഗിക്കുന്നതായ ഈ കഴുതയെ വലിയ വിലയോടുകൂടെ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. നാം പൂനെയിലെ അഗാഖാൻ പാലസ് എന്ന് പറയുന്നതായ ഒരു പ്രദർശന സ്ഥലമുണ്ട്. മഹാത്മാഗാന്ധി ജയിലിൽ കിടന്നതായ സമയത്ത് ഉപയോഗിച്ചതായ ഒരുപാട് വസ്തുക്കൾ ഈ അഗാഖാൻ പാലസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അനേകർ അവിടെ പോവുകയും ആ വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുകയും ആ വസ്തുക്കളോടൊപ്പം ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നതായ സംഭവങ്ങൾ ഉണ്ട്. ഇപ്പോൾ മഹാത്മാഗാന്ധി ഉപയോഗിച്ചു എന്ന് പറയുന്നതായ ഇന്ന് ഒരു ഉപയോഗവുമില്ലാത്തതായ വസ്തുക്കളാണ്. എന്നിരുന്നാലും അത് മഹാത്മാഗാന്ധി ഉപയോഗിച്ചു എന്ന് പറയുന്നത് ആൾക്കാർക്ക് വളരെ അഭിമാനമാണ്. കർത്താവ് യേശു ക്രിസ്തു ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് അഭിമാനിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നതായ ഒരു വസ്തുവാണ്. എന്നെയും നിന്നെയും കർത്താവിന് ഉപയോഗമുണ്ട്. കർത്താവ് ഉപയോഗിക്കുവാൻ തക്കവണ്ണം പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം സന്തോഷം നമുക്ക് എന്താണ് ഉള്ളത്? പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവ് നമ്മുടെ ജീവനെ അവൻ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിലുള്ളതായ എല്ലാ വസ്തുവകളും കർത്താവിന് ആവശ്യമുണ്ട് എന്നിരുന്നാൽ നമുക്ക് കൊടുക്കുവാൻ തക്കവണ്ണം സാധിക്കുമോ? കർത്താവ് യേശു ക്രിസ്തു ആ കഴുതയുടെ പുറത്ത് കയറിയിരുന്ന് ആ വീതിയിലൂടെ നടന്നുപോയി. മനുഷ്യർ ആ കഴുതയല്ല നോക്കിയത്, മറിച്ച് കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് ആ കഴുതയുടെ പുറത്തിരിക്കുന്നതായിട്ട് കണ്ടത്. ആ കർത്താവ് ആ കഴുതയിലൂടെയല്ല, പക്ഷേ കർത്താവിലൂടെ ആ കഴുതയ്ക്ക് മഹിമ വന്നു എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കണം. കർത്താവ് നമ്മിലുണ്ട് എങ്കിൽ, കർത്താവ് നാം കാരണം മഹിമപ്പെടുവാൻ തക്കവണ്ണം പോകുന്നുവെങ്കിൽ നമ്മെ ലോകം അറിയുന്നവരായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെ കഴുതയ്ക്ക് പകരം ഏതെങ്കിലും മറ്റു വലിയ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് യെരുശലേമിൽ കടക്കാമായിരുന്നു. ഇന്നുള്ളതായ ഏറ്റവും അത്യാധുനികമായ ജെറ്റ് വിമാനങ്ങൾ പോലും കർത്താവ് യേശു ക്രിസ്തുവിന് ഞൊടിയിടയിൽ ഉണ്ടാക്കുകയും അതിൽ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു ഏറ്റവും എളിമയായ ഒരു മൃഗത്തെ തിരഞ്ഞെടുത്തു. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ രാജാവായി ജനിക്കേണ്ടവനായിരുന്നു. എന്നാൽ എന്നെയും നിന്നെയും രക്ഷിക്കുന്നതിനു വേണ്ടി സാധുക്കളിൽ സാധുവായി, ദരിദ്രരിൽ ദരിദ്രനായി കർത്താവ് യേശു ക്രിസ്തു ജനിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന് വേണമെങ്കിൽ കൊട്ടാരങ്ങളിൽ ജീവിക്കാമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുവാൻ തക്കവണ്ണം അവൻ വഴിയോരങ്ങളിലും മറ്റു പല ഭവനങ്ങളിലും മറ്റു പലയിടങ്ങളിലും വേദപുസ്തകം പറയുന്നത് പക്ഷികൾക്ക് ജീവിക്കാൻ സ്ഥലമുണ്ട്, പാമ്പുകൾക്ക് മാളമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ ഇടം ഇല്ല. അത്തരത്തിൽ ജീവിച്ചതായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യം ഉണ്ട്. കർത്താവിൻ്റെ പ്രിയ ദൈവമക്കളെ, യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് മരിച്ചത്. എനിക്കും നിനക്കും വേണ്ടി മരിച്ചവനായ ആ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ തൻ്റെ ഇരു കൈകളും ആണികൾ അടിക്കുവാൻ തക്കവണ്ണം നീട്ടി ഇങ്ങനെ വെച്ചു കൊടുത്തപ്പോൾ പറയുകയാണ്, എനിക്കിതിൽ പരം തരുവാൻ നിനക്ക് ഒന്നും ഇല്ല. ഞാൻ ഇത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ആരും ഉപയോഗിക്കാതെ വെറുതെ കെട്ടിയിട്ടിരുന്നതായ കഴുതയെ കർത്താവ് യേശു ക്രിസ്തു ഉപയോഗിച്ചപ്പോൾ അതൊരു മാനപാത്രമായി തീർന്നു. നാളിതുവരെ എന്നെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ആർക്കും സാധിച്ചിരുന്നില്ല. നാളിതുവരെ ആർക്കും എന്നെ ആവശ്യമില്ലായിരുന്നു. ആരും എന്നെ അന്വേഷിച്ച് വന്നതുമില്ല. എന്നാൽ കർത്താവ് എന്നെ അന്വേഷിച്ച് വരികയും എൻ്റെ ചുമലിലേറി നടക്കുകയും എന്നെ മാനപാത്രമാക്കി തീർക്കുകയും ചെയ്തു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. മിസ്രൈം ദേശത്ത് ജീവിച്ചപ്പോൾ അവരെ രക്ഷിക്കുവാൻ, ഫറവോൻ്റെ പിടിയിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം ഒരു നേതാവിനെ വേണമായിരുന്നു. ദൈവം മോശയെ ഉരുവാക്കി വെള്ളത്തിലൂടെ കടത്തു വിടുമാറാക്കി രാജകൊട്ടാരത്തിലേക്ക് നയിക്കപ്പെട്ടു. 40 വർഷം അവിടെ ജീവിച്ചു. 40 വർഷം പിന്നെ ആടുകളെ മേയ്ക്കുന്നതിന് വേണ്ടി ദൈവം പറഞ്ഞു വിട്ടു. പിന്നെ അടുത്ത 40 വർഷം ഇസ്രായേൽ മക്കളെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് കനാൻ ദേശത്തിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം മോശ മുഖാന്തരം ഇടയാക്കി. ദൈവം മോശയെ ഉപയോഗിച്ചു. മോശ ജനിക്കുന്നതിന് മുൻപ് തന്നെ
മോശ ഇസ്രായേൽ മക്കളെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കും എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവം അതിനായി മോശയെ ഉരുവാക്കി. ദൈവം അവനെ വിളിച്ചു. ദൈവം മോശയെ ഉപയോഗിച്ചു. യഹോവയ്ക്ക് ദൈവത്തിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട്. മോശയെ കർത്താവിന് ആവശ്യം ഉണ്ടായിരുന്നു. ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നതായ പ്രവാചകൻ അവൻ പാതകം ചെയ്ത് തൻ്റെ മക്കൾ ദൈവത്തിൽ നിന്നകന്ന് ദുഷ്ടരായി ജീവിച്ചപ്പോൾ ദൈവം ഹന്നയെയും എൽക്കാനയെയും രണ്ടുപേരെ ദൈവസന്നിധിയിലേക്ക് അയച്ചു. ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ ഉദരത്തെ നീ അടച്ചു കളഞ്ഞിരിക്കുന്നുവല്ലോ, നീ എൻ്റെ ഉദരത്തെ തുറക്കണമേ, ഒരു കുഞ്ഞിനെ നൽകണമേ. ആ കുഞ്ഞിനെ എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ആ കുഞ്ഞിനെ നിവേദ്യമായി നൽകിക്കൊള്ളാമെന്ന് പറഞ്ഞു. ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയും ശമൂവേൽ എന്നുള്ളതായ ബാലനെ ഹന്നായ്ക്ക് എൽക്കാനയ്ക്കും നൽകുകയും ചെയ്തു. ഇസ്രായേലിന് ഒരു പുരോഹിതനായി, ഇസ്രായേലിൻ്റെ ന്യായാധിപനായി വാഴുവാൻ തക്കവണ്ണം ശമൂവേലിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദൈവം എന്നെയും നിങ്ങളെയും അത്തരത്തിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ തക്കവണ്ണം വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാളിതുവരെ ആരും എന്നെ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഉപയോഗശൂന്യനായ ഒരു വ്യക്തിയാണ് എന്ന് എന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നതായ സമയത്ത് കർത്താവ് പറയുകയാണ്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഗോഡ് വാണ്ട്സ് യു. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ സഭയെ നയിക്കുന്നതിന്, ദൈവത്തിൻ്റെ സുവിശേഷം ജാതികളെ അറിയിക്കുന്നതിന് ദൈവത്തിന് ഒരാളെ ആവശ്യമായിരുന്നു. ആ സമൂഹത്തിൽ ഏറ്റവും ഹീനമായി ഒരുപക്ഷെ ദൈവത്തിൻ്റെ സഭയെ ദ്രോഹിച്ചു കൊണ്ടിരുന്നതായ ശൗലിനെ തന്നെ കർത്താവ് വിളിച്ചു. യെരുശലേമിൽ നിന്ന് ദൈവമക്കളെ കൊല്ലുന്നതിന് വേണ്ടിയുള്ളതായ അധികാരപത്രവുമായി ദമസ്കോസിലേക്ക് യാത്ര ചെയ്ത് നീങ്ങുന്നതായ പൗലൂസിനെ മാർഗമധ്യേ കർത്താവ് യേശുക്രിസ്തു സന്ദർശിക്കുകയും അവനെ വിളിക്കുകയും ചെയ്തു. പൗലൂസ് കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവെ, നീ ആരാകുന്നു? കർത്താവ് പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു തന്നെ, നീ ഉപദ്രവിക്കുന്നതായ കർത്താവ് യേശുക്രിസ്തു തന്നെ എന്ന് പറഞ്ഞു. കർത്താവ് പൗലൂസിനോട് പറയുകയാണ്, ഞാൻ നിന്നെ എൻ്റെ വേലയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നീ ജാതികൾക്ക് സുവിശേഷം അറിയിക്കുന്നവനായി തീരും. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നാളിതുവരെ ഉപയോഗശൂന്യമായി കിടന്നതായ എന്നെ ദൈവം ഉപയോഗിക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൽ നിന്ന് നമ്മെ മാറ്റുവാൻ ആർക്ക് സാധ്യമാകും? ആ കെട്ടിയിരുന്നതായ കഴുതയെ കർത്താവ് യേശുക്രിസ്തു കണ്ടിട്ട് പറയുകയാണ്, ശിഷ്യന്മാരോട് പറഞ്ഞു, എനിക്ക് അവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. കർത്താവിന് അവയെ കൊണ്ട് ആവശ്യം ഉണ്ട് എന്ന് പറയുക. കർത്താവായ യേശുക്രിസ്തു ഭൂതബാധിതരെ തൻ്റെ അടുക്കലേക്ക് തൻ്റെ വേലയ്ക്കായി വിളിച്ചു വേർതിരിച്ചു. ഭക്തിയുള്ളതായ മനുഷ്യരെ കർത്താവ് അവൻ്റെ വേലയ്ക്കായി വിളിച്ച് വേർതിരിച്ചു. രക്തം ചൊരിഞ്ഞ് പാതകം ചെയ്തതായ ആൾക്കാരെ കർത്താവ് അവൻ്റെ വേലയ്ക്കായി വിളിച്ച് വേർതിരിച്ചു. രോഗിയായി കിടന്നതായ അനേകരെ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം വിളിച്ചു. മുടന്തരെ, ഹൃദയം നുറുങ്ങിയവരെ, കണ്ണു കാണാത്തവരെ, കുഷ്ഠരോഗം ബാധിച്ചവരെ, ഇവരൊക്കെയും കർത്താവ് ഉപയോഗപാത്രങ്ങളാക്കി തീർത്തതായി നാം വേദപുസ്തകത്തിലൂടെ വിളിച്ച് പറയുന്നു. ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ നിൽക്കുന്നതായ നമ്മോട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നാളിതുവരെ ആരും നമ്മെ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ, നാളിതുവരെ നമുക്കുള്ളതായ ഉപയോഗം എന്താണെന്ന് ലോകം അറിഞ്ഞിട്ടില്ല എങ്കിൽ, നീ നിന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവ് നിന്നെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവ് നിന്നെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. നീ മാനപാത്രമായി തീരും. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കർത്താവ് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനത്രേ അവൻ വന്നത്. ഇന്ന് ദൈവം നിന്നോട് എന്താണ് ചോദിക്കുന്നത്? നിൻ്റെ സമ്പത്തോ, നിൻ്റെ ബഹുമാനമോ, നിൻ്റെ കഴിവുകളോ ഒന്നുമല്ല ദൈവം ചോദിക്കുന്നത്. ദൈവം എന്നെയും നിന്നെയുമാണ് ദൈവത്തിനു വേണ്ടി ചോദിക്കുന്നത്. എനിക്ക് എന്നെ ദൈവത്തിൻ്റെ വേലയ്ക്കായി വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം കഴിയുമോ? ദൈവമേ, ഞാനിതാ ഉപയോഗശൂന്യനായി ഇവിടെ ഇരിക്കുന്നു. നീ എന്നെ കാണുകയും നീ എന്നെ അഴിച്ചു കൊണ്ടുപോവുകയും നീ എന്നെ ഉപയോഗിക്കുകയും ചെയ്യണമേ എന്ന് നാം പറയുമെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ ദൈവത്തിൻ്റെ വലിയ വേലയ്ക്കായി ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ ഞാൻ പറഞ്ഞു കേട്ടതായ ഒരു കഥയാണ്. കോട്ടയം ചിങ്ങവനത്തിൽ ഒരു തമ്പി എന്ന് പറയുന്നതായ ഒരു പാസ്റ്ററുണ്ട്. 1840കളിൽ നടന്നതായ സംഭവമാണ്.
ഈ കഥയിൽ പല വെർഷൻസുകളുണ്ട്. ഞാൻ കേട്ടതായ വെർഷനാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത്. ഈ പാസ്റ്റർ സുവിശേഷ പ്രസംഗകനായിരുന്നു. ഒരിക്കൽ തൃശ്ശൂരിലുള്ളതായ കുന്നംകുളത്ത് ഇദ്ദേഹത്തെ പ്രസംഗിക്കുവാൻ വിളിച്ചു. ഇദ്ദേഹം പ്രസംഗിക്കുവാൻ തക്കവണ്ണം പോയി. അവിടെ ഏകദേശം 1-2 ആഴ്ച അവിടെ തങ്ങി പ്രസംഗമൊക്കെ കഴിഞ്ഞു. അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ സമയമായപ്പോൾ അവിടെ സ്തോത്ര കാണിക കിട്ടിയതായ പൈസ ഈ തമ്പി പാസ്റ്റർ കയ്യിൽ കൊടുത്തു. തമ്പി പാസ്റ്റർ ആ പൈസയുമായി കുന്നംകുളത്ത് നിന്ന് വാഹനമേറി തൃശ്ശൂരെത്തി. തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറി. ട്രെയിനിലിരുന്ന് കാശൊക്കെ എണ്ണി നോക്കി. ഏകദേശം 105 രൂപയുണ്ട്. ഈ 105 രൂപ അദ്ദേഹത്തിൻ്റെ വീട്ടുവാടക 40 രൂപയാണ്. കോട്ടയം ചിങ്ങവനം എന്ന് പറയുന്നതായ ഒരു സ്ഥലത്ത് ഒരു വിധവയുടെ വീട്ടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു മുറിയിലുള്ളതായ ഒരു വസതിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. കഴിഞ്ഞ 4 മാസം കൊണ്ട് വാടക കൊടുത്തിട്ടില്ല. അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും ആ വിധവയായ മാതാവ് വാടക ചോദിക്കും എന്നുള്ളതിന് ഉറപ്പാണ്. അതിന് സംശയമൊന്നുമില്ല. ഇദ്ദേഹത്തിന് ഈ പൈസ കിട്ടിയപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, 2 മാസത്തെ വാടക കൊടുക്കാം, ബാക്കി എനിക്ക് ചില ചിലവുകളൊക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞ് ഞാനിനി 2 മാസത്തെ വാടക പിന്നെപ്പോഴും കൊടുക്കാം, ആ സ്ത്രീ സമാധാനപ്പെടും എന്ന ചിന്തയിൽ ഇങ്ങനെ യാത്ര തുടരുകയാണ്. കോട്ടയത്ത് വന്നിറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അവിടെ വലിയ ജനക്കൂട്ടം. ട്രെയിൻ കയറാൻ വന്നതായ ആൾക്കാർ, ട്രെയിൻ കയറ്റിവിടാൻ വന്ന ആൾക്കാർ, ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നവരെ കൊണ്ടുപോകാൻ വന്ന ആൾക്കാർ, ഇങ്ങനെ ഒട്ടനവധി ആൾക്കാരുണ്ടായിരുന്നു. ഇവരെയൊക്കെ കണ്ടപ്പോൾ തമ്പി പാസ്റ്ററിലുണ്ടായിരുന്നതായ പാസ്റ്റർ അങ്ങോട്ട് ഉണർന്നു. അദ്ദേഹത്തിൻ്റെ സഞ്ചിയിലുണ്ടായിരുന്ന ബാഗിലുണ്ടായിരുന്നതായ ട്രാക്റ്റൊക്കെ എടുത്ത് വിതരണം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് അവിടെ ഒരു ഭാഗത്ത് ഒരു വെള്ളവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ നിൽക്കുന്നത് കണ്ടു. ഒരു പാസ്റ്ററാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, തമ്പി പാസ്റ്റർ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദരൻ എങ്ങോട്ട് പോകാനാണ് നിൽക്കുന്നത്? പറഞ്ഞു, ഞാൻ രാജസ്ഥാനിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ദൈവം എനിക്ക് ഇന്നലെ ഒരു ദർശനം തന്നു, രാജസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ദൂതൻ വന്ന് എനിക്ക് ടിക്കറ്റ് എടുത്ത് തരും. ആ ദൈവത്തിൻ്റെ ദൂതൻ വരുന്നത് കാത്ത് ഞാനിവിടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. തമ്പി പാസ്റ്റർ എല്ലാ ആശംസകളും നൽകി അദ്ദേഹം ട്രാക്റ്റ് വിതരണം ചെയ്യാൻ തക്കവണ്ണം പോയി. ഒരു റൗണ്ട് പോയി വന്നു. 2ാമത്തെ റൗണ്ട് വന്ന് ചോദിച്ചു. തമ്പി പാസ്റ്റർ ചോദിച്ചു, പാസ്റ്ററെ ദൈവത്തിൻ്റെ ദൂതൻ വന്നായിരുന്നോ? അപ്പോൾ ഈ യുവ പാസ്റ്റർ പറഞ്ഞു, ഇല്ല, ദൈവത്തിൻ്റെ ദൂതൻ വന്നില്ല. ആ പാസ്റ്റർ പറഞ്ഞു, ഇല്ല, ദൈവത്തിൻ്റെ ദൂതൻ വരും, കാരണം എനിക്ക് ദർശനം കിട്ടിയത് അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും പോയി ട്രാക്റ്റുകൾ വിതരണം ചെയ്തു. 3ാമത് ഇങ്ങനെ ഇദ്ദേഹത്തോട് അടുത്ത് വരുന്നതായ സമയത്ത് അവിടെ റെയിൽവേയുടെ അനൗൺസ്മെൻറ്റ് കേട്ടു, ഇതാ രാജസ്ഥാനിലേക്കുള്ളതായ ട്രെയിൻ വരാൻ പോകുന്നു, 10 നിമിഷത്തിനുള്ളിൽ വരും, കയറാനുള്ളവരെല്ലാവരും കയറണമെന്ന് പറഞ്ഞു. ഈ തമ്പി പാസ്റ്റർ ഓടി വന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്ററെ ആ ദൈവത്തിൻ്റെ ദൂതൻ വന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതൻ വന്നില്ല, വരും, ദൈവം പറഞ്ഞത് അങ്ങനെയാണ്, ദൈവം വാക്ക് മാറുകയില്ല, ദൈവം വരും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തമ്പി പാസ്റ്ററിലേക്ക് ഇങ്ങനെ ഒരു ഇളക്കം കൊടുത്തു. തമ്പി പാസ്റ്ററോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ആ ദൂതൻ നീയാണ്, നിന്നെയാണ് ഞാൻ ആ ദൂതനായിട്ട് അയച്ചിരിക്കുന്നത്, നിൻ്റെ കയ്യിലിരിക്കുന്ന കാശെടുത്ത് കൊടുക്കുക, അവൻ രാജസ്ഥാനിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. തമ്പി പാസ്റ്റർ പെട്ടെന്ന് തൻ്റെ സഞ്ചിയിലുള്ളതായ പൈസ എടുത്ത് ഈ പാസ്റ്റർ എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, രാജസ്ഥാനിലേക്കുള്ള ട്രെയിൻ വരികയാണ്, വേഗം ടിക്കറ്റ് എടുത്ത് കയറിപ്പോകാൻ പറഞ്ഞു. അങ്ങനെ കയറിപ്പോകാൻ പറഞ്ഞതായ തമ്പി പാസ്റ്റർ വളരെ വിഷമത്തോടുകൂടെ മടങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. കാരണം 4 മാസത്തെ വാടക കൊടുത്തിട്ടില്ല. പതിയെ ചെന്ന് വീട് തുറന്നു. ഈ വിധവയായ സ്ത്രീ അറിയാതെ വീട്ടിനകത്ത് കയറി. വീടിനകത്തുള്ളതായ കാൽ പെരുമാറ്റം കേട്ട് താഴെ ഉണ്ടായിരുന്നതായ സ്ത്രീ അകത്ത് വന്ന് കതകിൽ കൊട്ടാൻ തുടങ്ങി. കതകിൽ കൊട്ടി. തമ്പിച്ചായൻ കതക് തുറന്നില്ല. തമ്പി പാസ്റ്റർ കതക് തുറക്കാത്തത് കണ്ടാൽ വെടിവെച്ച് കൊല്ലാനുള്ളതായ ദേഷ്യം ഈ മാതാവിനുണ്ടാകുമെന്ന് തമ്പി പാസ്റ്റർക്ക് അറിയാം. അതുകൊണ്ട് തമ്പി പാസ്റ്റർ കതക് തുറന്നില്ല. ഈ മാതാവ് കൊട്ട് നിർത്തിയില്ല. കുറേ നേരം കൊട്ടിക്കൊണ്ടിരുന്നപ്പോൾ സഹിയില്ലാതെ തമ്പി പാസ്റ്റർ പതിയെ കതക് തുറന്ന് നോക്കി. കതക് തുറന്ന് നോക്കിയപ്പോൾ ഈ മാതാവ് ഇങ്ങനെ നിൽക്കുകയാണ്, ചിരിച്ച മുഖവുമായി നിൽക്കുകയാണ്. അപ്പോൾ തമ്പി പാസ്റ്റർ എന്തോ ഒരു പന്തികേട് തോന്നി. തമ്പി പാസ്റ്റർ പറഞ്ഞു, 4 മാസത്തെ വാടക തരാനുണ്ട്, എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നു, ഞാനൊരു ദൈവദാസന് കൊടുത്തു, ഞാൻ എത്രയും പെട്ടെന്ന് വേഗം തന്നുകൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാതാവ് പറഞ്ഞു, ഞാൻ കാശ് ചോദിക്കാൻ വന്നതല്ല, ഒരു കത്ത് വന്നിട്ടുണ്ട്, അത് തരാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് പാസ്റ്ററെ എന്നും അന്വേഷിച്ച് വരികയാണ്, പാസ്റ്ററെ കാണുന്നില്ല, എവിടെ പോയിരുന്നു എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. തമ്പി പാസ്റ്റർ വളരെ ഭയഭക്തിയോടുകൂടെ ആ കത്ത് എടുത്ത് വാങ്ങിച്ച് അത് കീറി നോക്കിയപ്പോൾ ആ കത്തിനകത്ത് 300 രൂപ ഉണ്ടായിരുന്നു. തമ്പി പാസ്റ്റർക്ക് എന്തെന്നില്ലാത്തതായ സന്തോഷം. അമ്മച്ചിയുടെ ആ വാടക മുഴുവനും കൊടുത്തു തീർത്തു. വീണ്ടും കാശ് ബാക്കിയുണ്ട്.
ദൈവവേല ചെയ്യുവാൻ തക്കവണ്ണം എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദൈവം ഓരോരുത്തരെ എടുത്ത് വിനിയോഗിക്കുന്നതായ വിധങ്ങളെ നമുക്ക് പ്രവചിക്കുവാൻ തക്കവണ്ണം സാധ്യമാകുകയില്ല. ഒരുപക്ഷെ രാജസ്ഥാനിലേക്ക് പോകുവാൻ തക്കവണ്ണം നിന്നതായ ആ പാസ്റ്റർക്ക് ദർശനം കൊടുത്തതായ ദൈവം തമ്പി പാസ്റ്ററെ ഒരു ദൈവദൂതനായി കണ്ടിട്ടാണ് ദർശനം കൊടുത്തത്. തമ്പി പാസ്റ്റർ അവിടെ വരുമെന്നും ആ തമ്പി പാസ്റ്ററുള്ളതായ പൈസ ഈ പാസ്റ്റർക്ക് കൊടുക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ഈ തമ്പി പാസ്റ്ററിന് പൈസ കിട്ടേണ്ടതിന് കുന്നംകുളത്തുള്ളതായ വിശ്വാസികളെ ദൈവം പ്രേരിപ്പിച്ചു. അവർ കാണിക്കയിട്ടു. ഈ തമ്പി പാസ്റ്റർക്ക് കാശ് കിട്ടുന്നതിന് വേണ്ടി തമ്പി പാസ്റ്റർ കുന്നംകുളത്ത് പോകുന്നതിന് മുൻപ് തന്നെ ആരോ ഒരു കത്ത് തമ്പി പാസ്റ്റർക്ക് അയച്ചു. ദൈവം എന്നെ ആവശ്യമുണ്ട്, ദൈവത്തിന് എന്നെയും നിന്നെയും ആവശ്യമുണ്ട്. ദൈവത്തിന് വേല ചെയ്യുവാൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, നമ്മുടെ ചുറ്റും നിൽക്കുന്നതായ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങളിൽ ഉറ്റിരിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം അവൈലബിൾ ആകുന്നുവോ? നമുക്ക് ദൈവം ഉപയോഗിക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളതായ പാത്രങ്ങളായി തീരുവാൻ നമുക്ക് സാധിക്കുമോ? ചിലപ്പോൾ ദൈവം ചോദിക്കുന്നത് നിങ്ങളുടെ മക്കളെ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ സമ്പത്തിനെ ആയിരിക്കാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തെ മാത്രമായിരിക്കാം ദൈവം ചോദിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ കഴിവുകളെയും ദൈവത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ആവശ്യപ്പെടും. ചിലപ്പോൾ ഈ കഴുതയെ പോലെ നിങ്ങൾക്കുള്ളതായ ചില അനിമൽസിനെ, ചില മൃഗങ്ങളെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കും. നിങ്ങളുടെ ഈ വസ്തുവകകൾ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ആരോഗ്യം, ചൈതന്യം, അത് ദൈവത്താൽ വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളതിൽ നിങ്ങൾക്ക് കൃതാർത്ഥരാകുവാൻ തക്കവണ്ണം കഴിയുമോ? ദൈവം അവയെ ഉപയോഗിക്കുകയാണ്. കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉവ്വ് എന്നോ പറ്റില്ല എന്നോ ആണോ ഉത്തരം പറയുന്നത്? കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. നാം ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ നിൽക്കുമ്പോൾ, ഒരു പുതിയ തുടക്കം കുറിച്ച് നാം ജീവിതത്തിൽ പല തീരുമാനങ്ങളെടുത്ത് മുൻപോട്ട് പോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതായ ഇന്നാളുകളിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വക്താവ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ചോദിച്ചു കൊള്ളട്ടെ, കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടാൽ നിങ്ങളെ വിട്ടുകൊടുക്കുമോ? നിങ്ങളുടെ വസ്തുവകകളെ ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം ചോദിച്ചാൽ നിങ്ങൾ വിട്ടുകൊടുക്കുവാൻ ഒരുക്കമാണോ? നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സമ്പത്തിനെ, നിങ്ങളുടെ കഴിവുകളെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ, നിങ്ങളുടെ ശക്തിയെ, ബലത്തെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം നിങ്ങളോട് ദൈവം ചോദിച്ചാൽ നിങ്ങൾ അതിന് ഒരുക്കമാണോ? കർത്താവിന് അവയെ കൊണ്ട് ആവശ്യം ഉണ്ട്. ഈ ലോകത്തിലെ പൊന്നും വെള്ളിയും ഈ ലോകത്തുള്ളതായ സകല ചരാചരവും ദൈവത്തിന് ഉള്ളതാണ്. എന്നാൽ അവയൊക്കെ ഭരിക്കുന്നതായ ദൈവസ്നേഹം, അവയൊക്കെ മനസ്സിലാക്കുന്നതായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉള്ളപ്പോഴും ദൈവം നമ്മെയാണ് തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ ദൈവത്തിന് ദൂത് അറിയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് വേണമെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാരെ ഉപയോഗിക്കാമായിരുന്നു. കോടാനുകോടി ദൂതന്മാർ ഇന്ന് ഉണ്ട്, സ്വർഗത്തിൽ ഉണ്ട്, ഭൂമിയിലുമുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നത്, സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവൻ്റെ ദൂതന്മാരും പിശാചും അവൻ്റെ ദൂതന്മാരും പടവെട്ടി. അവരുടെ സ്ഥാനം പിന്നെ സ്വർഗത്തിൽ കണ്ടില്ല. 3 ദൂതന്മാരുമായി അവൻ താഴേക്ക് വന്നു. സ്വർഗത്തിലുണ്ടായിരുന്നതായ ദൂതന്മാരിൽ 1/3 ഭാഗം മാത്രമാണ് വെട്ടേറ്റ് താഴെ വീണത്. 2 ഭാഗം ഇപ്പോഴും സ്വർഗത്തിലും ദൈവസന്നിധിയിലുമുണ്ട്. ആ കോടാനുകോടി ദൂതന്മാരെ ഉപയോഗിച്ച് ദൈവത്തിന് വേണമെങ്കിൽ ദൈവത്തിൻ്റെ വേല തികയ്ക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ ദൈവം ആ ദൂതന്മാരെ ഉപയോഗിച്ച് വേല ചെയ്യിക്കാതെ ദൈവം ആ വേല ചെയ്യുവാൻ തക്കവണ്ണം ദൈവം എന്നെയും നിന്നെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും ആ വലിയ വേല ദൈവം നമ്മിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഗോഡ് ഈസ് കൗണ്ടിങ് ഓൺ അസ് ടു ഫിനിഷ് ഹിസ് വർക്ക്. നമുക്ക് ഈ ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ ദൈവ വേല ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ഞാനത് ചെയ്യും. കർത്താവ് എന്നെ ഉപയോഗിക്കുന്നുവെങ്കിൽ ഞാൻ അതിന് ഒരുക്കമാണ് എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് സമ്മതമാണോ? ഈ നശിച്ചു പോകുന്നതായ ഈ ലോകത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതായ മനുഷ്യരെയാണ്. ആകാശം ഇടിഞ്ഞു വീണാലും സത്യത്തിനു വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറുള്ളവരെ ലോകത്തിന് ആവശ്യമാണ്. ദൈവം എന്നെയും നിന്നെയും എണ്ണുന്നു എന്നുള്ളത് ആശ്ചര്യകരമാണ്.
നീതിമാന്മാരായ അനേക ദൂതന്മാർ ദൈവത്തിൻ്റെ പക്കലുണ്ട്. ദൈവത്തിൻ്റെ ഇംഗിതമനുസരിക്കുവാൻ സദാ സന്നദ്ധരായി നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ പാപികളായ ദൈവത്തോട് വേർപെട്ട് ദൈവത്തോട് യാതൊരു ബന്ധവുമില്ലാതെ നിന്നതായ നമ്മെ ദൈവത്തിൻ്റെ മക്കളും പ്രിയമക്കളുമാക്കി തീർത്തിട്ട് ദൈവം നമ്മോട് പറയുകയാണ്, കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ആർ യു വില്ലിംഗ് ടു ഗീവ് യുവർ സെൽഫ് ടു ജീസസ്? നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ നാം ഒരുക്കമുള്ളവരാണോ? അങ്ങനെയാണ് എങ്കിൽ ഇന്ന് ഈ പുതുവർഷ ആരംഭ വേളയിൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്കുള്ളവയെല്ലാം ചേർത്ത് യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഇന്ന് പകൽക്കാലം നമുക്കും അപ്രകാരം പറയാം, ഞാനും എനിക്കുള്ളതെല്ലാ സമ്പത്തും എൻ്റെ എല്ലാമായി ഞാൻ എൻ്റെ യഹോവയെ സേവിക്കും. അങ്ങനെ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവർ എന്നോടൊപ്പം കണ്ണുകളെ അടയ്ക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. അടിയങ്ങളിലുള്ളതായ ആ നിസ്സാരമായ കാര്യങ്ങളെപ്പോലും കർത്താവ് ഉപയോഗിക്കും എന്നുള്ളതല്ല ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവെ, അടിയങ്ങളെ നാളിതുവരെ ആരും ഉപയോഗിച്ചിട്ടില്ല, ആർക്കും അടിയങ്ങളെ ആവശ്യവുമില്ല. എന്നാൽ കർത്താവിന് ഞങ്ങളെ ആവശ്യമുള്ളതിനാൽ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ മാനപാത്രമായി തീരുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, അടിയങ്ങളെ അങ്ങയുടെ വലിയ വേലയ്ക്കായി ഉപയോഗിക്കുമാറാകണമേ. ഈ പുതിയ വർഷത്തിൽ അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായുള്ള എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങളുടെ ബലഹീനതകളെ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുമാറാകണമേ. ഞങ്ങളുടെ ജീർണിത അവസ്ഥയെ അങ്ങ് മാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവിനെ നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളെ ഉപയോഗിക്കുന്നതായ പാത്രങ്ങളാക്കി തീർക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്ന വലിയതയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ സമർപ്പണത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ പുതിയ വർഷം അങ്ങയുടെ കരം പിടിച്ച് നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ.